സിന്നു കാസർഗോഡ്. നിങ്ങൾക്കൊക്കെ അറിയല്ലോ സിന്നു കാസർഗോഡ് യൗപ്പ സോങ്, കാസർഗോഡ് കൾച്ചറൽ സോങ് എന്നല്ലേ പറഞ്ഞത്. പൊന്നു മോനെ സിന്നു, നീ ഒരു പാട്ട് ഇറക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിന്റെ പേര് വെറുതെ കാസർഗോഡിന്റെ കൾച്ചർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വില കളയല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് ആ സോങ്ങിന്റെ ഒരു ചെറിയൊരു റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. എന്ത് കഥ മജാലിണ്ട അപ്പൊ ഒന്ന് പോയെങ്കിലാ എന്നിന്റെ സിന്നു ഭായി, എന്ത് നമ്മളൊക്കെ വില കളയല്ലേ എന്റെ പൊന്നാളിയാ. യോപ്പ നമ്മളൊന്ന് പോയാലെന്താ, അവന്റെ ഒരു കോലം, അവന്റെ ഒരു ഡ്രസ്സിങ്ങും, എന്റെ പൊന്നാളിയാ. കാസർഗോഡിൽ എങ്ങനെയെങ്കിലും പഴയ ജനറേഷൻ ഉണ്ടാക്കിയ ഒരു നല്ല ഒരു വില നീ ആയിട്ട് എന്തിനാണ് കളയുന്നത്? അപ്പൊ നമുക്ക് അതിന്റെ ബാക്കിയും കൂടി കാണാം. ഓക്കെ, ക്രീമും തേച്ചേറെ മൊഞ്ചും കാട്ടിപ്പുള്ളര് അച്ച് കുളിച്ചും നടക്കും ഈ കാലത്ത്. മുന്തിരി രസം ആദ്യം വിട്ട് നടക്കണ കണ്ടതിലേറെ കൗതുക ഉള്ളിനുള്ളിനുള്ളിൽ നേരത്ത്. എന്താണ് ചിന്നുഭായി, വെളുത്തിട്ട് പാറുന്ന ക്രീമാ? ഇതിനൊക്കെ ഇങ്ങനെ പാട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വിചാരിച്ചു സിന്നുഭായി ഒരു യൗപ്പ സോങ് എന്നൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു കാസർഗോഡ് ട്രെൻഡ് ആവും. അപ്പൊ നമുക്ക് ബാക്കി കൂടി കണ്ടു നോക്കാം. ഓക്കെ, മോളെ പാത്തല്ലേ എന്ത് ചെയ്യലോളെ കാണാന്. ഓ, ഇപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ഔക്കർത്തന്റെ മോളൊന്ന് വരുന്നുണ്ട്. അപ്പൊ ഔക്കർത്തന്റെ മോളൊന്ന് കണ്ടു നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഔക്കർത്തന്റെ മോളെന്ന്. ഓക്കെ, എന്തിടാ സിന്നു, ഊണ് കഴിക്കുമ്പോൾ ഒരു അച്ചാറൊക്കെ കിട്ടിയാൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടേ, എന്തൊരു ടേസ്റ്റ്. അതുപോലെ യുപ്പ, എന്തൊരു പെണ്ണ്. അങ്ങനെ ഒന്നും ഇല്ല ആ പെണ്ണ് കാണാൻ. ആ പെണ്ണ് കാണുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇവൻ പറയുന്ന മാതിരി യൗപ്പ ഔക്കർത്തിന്റെ മോളൊരു ലുക്ക് അത്രക്കൊന്നും എത്തിയിട്ടില്ല ഔക്കർത്തിന്റെ മോള്. അപ്പോൾ ഇത് കാസർഗോഡ് കൾച്ചറൽ സോങ് എന്നാണ് സിന്നു പറഞ്ഞത്. എന്ത് കൾച്ചറാണ് മോനെ സിന്നു ഇതിലുള്ളത്? അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ തട്ടി മുട്ടി എങ്ങനെയെങ്കിലും ആ സോങ് അങ്ങ് തീരുകയാണ്. അതിന്റെ താഴെ വന്ന നെഗറ്റീവ് കമന്റ് സിന്നു തന്നെ തലവേദനയായി. അപ്പോൾ അതിന് ന്യായീകരിക്കണമല്ലോ, ആ ഒരു ന്യായീകരണം കൂടി നമ്മൾ കേട്ട് നോക്കാം. ഓക്കെ, ചങ്ങായിമാരാ, ഞങ്ങൾ യൗപ്പ സോങ് ഇന്നലെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ യൂട്യൂബിൽ കുറെ കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. സോങ്ങിന്റെ എന്താ പറയാ, നമ്മളെ വോക്കല് കുറഞ്ഞെന്നും ട്രാക്കിന് കൂടിയെന്നും. അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ട് ഞങ്ങൾ നെഗറ്റീവ് എങ്ങനെ വരുന്നുകൊണ്ട്. ഓഹോ, സിന്നു അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടതാണ്. ഓക്കെ, നെഗറ്റീവ് എങ്ങനെയല്ല വരുന്നത്. സിന്നുന് മുമ്പായിട്ട് തന്നെ ഒരു അറിവ് കിട്ടീന് എന്തായാലും നെഗറ്റീവ് വരും, എങ്ങനെ വരും എന്ന് നോക്കാൻ വേണ്ടി ഇട്ടതാണ്. അല്ലാതെ പാട്ട് പാളിയതൊന്നും അല്ല കേട്ടോ. മനസ്സിലായ? സിന്നു അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടതാണ്, പാളിയതൊന്നും അല്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റും കൂടി നമുക്ക് കേട്ട് നോക്കാം. അപ്പൊ സോങ് നോക്കാൻ ബാക്കിയുള്ളവർ ഇപ്പൊ എന്നെ യൂട്യൂബിൽ സെർച്ച് ആയിക്കോ, യൗപ്പ റാപ്പ് സോങ് സെർച്ച് ആക്കിയാൽ മതി. കേട്ടമാരെല്ലാം കേടിക്കോട് കഥയല്ല. എന്റെ പൊന്നു സിന്നുഭായി, എന്തിനാണ് ഞങ്ങൾ പോയി സെർച്ച് ചെയ്യുന്നത്? ആരും സെർച്ച് ചെയ്ത് കാണല്ലേ. കാണുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം, ഒരു ചങ്കൂറ്റുണ്ടെങ്കിൽ മാത്രം പോയി കണ്ടാൽ മതി. പക്ഷെ കാസർഗോഡ് കൾച്ചറൽ സോങ് എന്ന് വിചാരിച്ച് ആരും കാണല്ലേ. ഞാനൊരു കാസർഗോഡുകാരനായതുകൊണ്ട് പറയുകയാണ്. ഈവൻ വെറുതെ കാസർഗോഡിന്റെ വില കളയാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു സോങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊന്നും കൂടി കേട്ട് നോക്കാം. അപ്പൊ തൊപ്പി, നമ്മുടെ തൊപ്പി ഇതിനെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിനെ ഇവൻ പറയുന്ന ഒന്ന് കേട്ട് നോക്കാം. മജാലുണ്ട. അപ്പൊ ഞാൻ യൗപ്പ സോങ് മജാല ഹിറ്റാക്കി തന്ന നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച്. ആര് ഹിറ്റാക്കി തന്നത് സിന്നു ഭായി? ഇത് എന്ത് കോമഡി ആളറിയാ. ആരും യൗപ്പ സോങ് ഹിറ്റായിനോ? എനിക്കറിയില്ല. നെഗറ്റീവ് കണ്ട് കുളിച്ചിനും ഞാൻ കേട്ടിന്. അതിന്റെ താഴെ വന്ന നെഗറ്റീവ് കമന്റ് ഒക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിന്. പക്ഷേ ഇത് ഹിറ്റായ വിഷയമൊന്നും എനിക്കറിയില്ല. ഓക്കെ, സിന്നുവിന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കും അറിയുന്ന ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, തൊപ്പിക്ക് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെങ്ങായി മുണ്ടാണ്ട് ഞാൻ വെച്ച ക്രിപ്റ്റോന്റെ എന്തോ കാരണം മുണ്ടാത്തത് എന്തെല്ലാം നല്ല മില്യൺസ് കയറിയ ഒരു വീഡിയോ ആണ് തൊപ്പിക്കെതിരെ പ്രതിഷേധം. പക്ഷെ ചെങ്ങായി ആ കൂട്ടുള്ളിട്ട് ഇങ്ങനെ കൊരക്കാൻ മാത്രം അറിയുന്നത്. ഓൻ എന്നോട് ചെല്ലിന് ഓൾറെഡി പണിക്ക് പോ അണ്ണാന്റെ സൗണ്ട് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ വ്യക്തിയായിരുന്നു. പക്ഷെ ഓന് ഇതുവരെ റെസ്പോണ്ട് തന്നിട്ടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ തൊപ്പി, നീ എന്താ പേടിച്ചാ? എല്ലാവർക്കും ആ റൂമിന്റെ നീ എന്താ പേടിച്ച? സിന്നിന്റെ ലക്ഷ്യം തൊപ്പി അതിനെ എങ്ങനെയെങ്കിലും രണ്ടാമത് റിയാക്ട് ചെയ്താൽ സിന്നു വീണ്ടും പൊങ്ങും. മനസ്സിലായ? സിന്നുന് ഒന്നും കൂടി വ്യൂസ് കിട്ടും, ഒന്നും കൂടി സിന്നു ചർച്ചയാവും. അതിൽ നിന്ന് കുറച്ച് സബ്ബോ അതിൽ നിന്ന് കുറച്ച് വ്യൂസോ കിട്ടി എങ്ങനെയെങ്കിലും മോളിൽ പൈസ ഉണ്ടാക്കാവുന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് തൊപ്പിയെ ഇങ്ങനെ ഡംക്കി ഇടുന്നത്. വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കല്ലോ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് സിന്നു കാസർഗോഡിനോട് കാസർഗോഡ് കൾച്ചറൽ സോങ് എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഉഡായിപ്പ് സോങ്ങുമായി വരാൻ പാടില്ല. ഓക്കെ,
നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേരോട് ഞങ്ങളുടെ ജില്ല, അതായത് നമ്മുടെ എല്ലാവരുടെയും ജില്ലയെ പറ്റി ഇത് ഞങ്ങളുടെ കൾച്ചറൽ സോങ് ആണെന്ന് പറഞ്ഞ് ഇത്തരത്തിൽ തെമ്മാടിത്തരം, ഇത്തരത്തിൽ വൃത്തികേടുള്ള, അതായത് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരിക്കലും ഇടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.